എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നിവിടെ ഇപ്പോൾ ഇരിക്കുന്നത് മലമ്പുഴയുടെ മുമ്പിലാണ്. മലമ്പുഴ ഗാർഡൻ്റെ ഫ്രണ്ടിലാണ്. മലമ്പുഴ തുറന്നിട്ട് കുറേ ദിവസമായി. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവരും വീട്ടിലിരുന്ന് എല്ലാവരും ബോറടിച്ചു. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു മലമ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങൾ. അതുപോലെ തന്നെ ഇന്ന് കുറേ ഫാമിലീസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഈ കാണുന്നവർ മാത്രമല്ല, ഇനിയും 10-30ഓളം പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇന്നും അതുപോലെ കുറേ ഇതിൻ്റെ ചുറ്റുപാടുള്ള കുറേ സ്ഥലങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ശരിക്കും ഒരു പിക്നിക്ക്, ഞങ്ങളുടെ ഒരു ചെറിയ ടൂറ്. നമസ്കാരം, ഞാൻ സുജ. പരിചയപ്പെട്ടു 2-3-4 വീഡിയോയിലൊക്കെ ഞാൻ ശ്രീയുടെ കൂടെ തന്നെയുണ്ട്. എൻ്റെ ഒരുപക്ഷെ ഞാൻ പഠിച്ചു വളർന്ന സ്ഥലമാണ് മലമ്പുഴ. ഞാൻ +2 പഠിച്ചത് മലമ്പുഴയാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. ഗാർഡൻ, ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ട് സത്യത്തിൽ സന്തോഷം തോന്നുക. പഴയ കാലത്തിലേക്ക് തിരിച്ചു വന്ന പോലെയുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ മലമ്പുഴ ഗാർഡൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു 2-3 ഫാമിലിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കൂടി ഇന്നൊന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും കാണാൻ, അതായത് ഉള്ളുകളിൽ കുറച്ചുകൂടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാണാനുണ്ട് എന്നുള്ള വിശേഷങ്ങൾ തീർച്ചയായും ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. എല്ലാവരും കാണുക. ഇല്ല ഹലോ, ഹലോ, ചേട്ടാ എല്ലാവരും പരിചയപ്പെടാം. ഹലോ. നമ്മളിന്ന് പോകുന്നത് വേലാമ്പൊറ്റ എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് ഇപ്പം ഞങ്ങൾ കഞ്ചിക്കോട്ടുകാർക്ക് പോലും എല്ലാവർക്കും ഒന്നും അറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ആനക്കല്ലിൽ നിന്നും 5 കിലോമീറ്റർ കൂടെ നമ്മൾ പോകുമ്പോഴാണ് ഈ വേലാമ്പൊറ്റ എത്തുന്നത്. പോകുന്ന വഴിക്ക് തന്നെ വലതുവശത്തായിട്ട് നമുക്ക് വനവാസ റിസോർട്ട് എന്ന ബോർഡ് കാണാം. അവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ പോവുക ഓൺ റോഡിലൂടെ. അങ്ങനെ അവിടെ 2 റിസോർട്ടുകളുണ്ട് ശരിക്കും. അപ്പോൾ ഒന്ന് ഓപ്പൺ ആയിട്ടില്ലെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഓൺ റോഡിൽ കൂടെ കുറച്ച് നേരം പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വണ്ടി ചരൽക്കല്ലുകളൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ വണ്ടിയൊക്കെ ഈസിയായി തന്നെ പോയി. ധാരാളം വണ്ടികൾ അവിടെ വരുന്നുണ്ട്. ഞങ്ങളിവിടെ ആദ്യം ഇറങ്ങിയത് ഒരു റിസോർട്ടിൻ്റെ വനവാസം നമ്മൾ പറഞ്ഞില്ല, ആ റിസോർട്ടിൻ്റെ ഉള്ളിലൂടെയാണ് പുഴയിലേക്ക് ഇറങ്ങിയത്. അന്നിപ്പോൾ റിസോർട്ട് ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് ഒരു പ്രൈവസി പോരാൻ തോന്നിയപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് കയറിയിട്ട് കുറച്ച് ബാക്കിലേക്ക് വന്ന് എവിടെ വേണമെങ്കിലും നമ്മൾ ഇറങ്ങാനുള്ള വഴികളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് വന്നിട്ടാണ് പുഴയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആരും ഇല്ലായിരുന്നു അവിടെ. നമ്മൾ ഇറങ്ങിയ സ്ഥലത്തൊന്നും വേറെ ആരുമില്ല, നമ്മുടെ ആൾക്കാരല്ലാണ്ട് ആരും ഉണ്ടായിരുന്നില്ല.
പിന്നെ ഈ പുഴയുടെ പേരാണ് മയിലാടിപ്പുഴ. ഇപ്പോൾ പോയി കാണാനാണ് പറ്റിയ സമയമാണ്. കാരണം ഒരുപാട് കുത്തൊഴുക്കൊന്നുമില്ലാതെ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കളിച്ച് തിമിർക്കാൻ പറ്റിയ വെള്ളമേ അതിലുള്ളൂ. ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ ചിലപ്പോൾ കുത്തിയൊലിച്ച് വരും, അപ്പോൾ അത്ര സേഫ് ആയിരിക്കില്ല. പിന്നെ മലവെള്ളമായതിനാലായിരിക്കും ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്രയും ചെയ്തതിന് ശ്രീക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. 11 മണിക്ക് ഞങ്ങൾ പോയിട്ട് ശരിക്കും 5 മണിക്ക് ഞങ്ങൾ പുഴയും തിരിച്ച് കയറിയത്. ശരി, അവിടെ ഒന്നും പേടിക്കാനൊന്നുമില്ല. പരിസരവാസികളാണെങ്കിലും നല്ല പെരുമാറ്റവും നല്ല സപ്പോർട്ടും ഒക്കെയാണ്.
ഒരു കാര്യം പിന്നെ എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ ഉൾക്കാടുകളിൽ ആനയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആന താഴേക്ക് ഇറങ്ങി വരുന്ന കണ്ടിരുന്നു. ഇപ്പോൾ റോഡിൽ നിന്നൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കണം നമ്മൾ കണ്ടിരുന്നു. നമ്മളും കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് മാത്രം. പിന്നെ ഏറ്റവും പ്രധാന കാര്യം വേറൊന്നും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് പേപ്പർ പ്ലേറ്റ് ഗ്ലാസ് എല്ലാം ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു. പരിസരം വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ പോകുന്നവരെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുമ്പോഴും ആ പരിസരം നല്ല വൃത്തിയായി കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മുന്നേ പോയവരും അത് നീറ്റാക്കിയിട്ടാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പോകുന്നവരും അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുക. വ്യക്തി ശുചിത്വം പോലെ തന്നെ നമുക്ക് പരിസര ശുചിത്വത്തിനും പ്രാധാന്യം കൊടുക്കാം. അതിനായി നമുക്ക് കൈകോർക്കാം. ഞങ്ങളുടെ ഈ കൊച്ചു ഉല്ലാസയാത്ര ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.